ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് അമ്പലവയൽ ചീങ്ങേരി മലയുടെ അടിവാരത്താണ്. ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ എവറസ്റ്റ് കീഴടക്കിയ ശ്രീഷ എന്ന കണ്ണൂർ സ്വദേശിനിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമുക്ക് വേണ്ടി അവരോട് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ PC വയനാട് ബത്തേരി സ്വദേശിയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ശ്രീഷയോട് സംസാരിക്കുന്നു. ഹലോ, ഞാനിന്ന് നിൽക്കുന്നത് അമ്പലവയൽ വയനാട് ചീങ്ങേരി മലയുടെ അവിടെയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിൽ ആദ്യമായിട്ടെന്നല്ല എവറസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത രണ്ടാമത്തെ വനിതയാണ് ശ്രീഷ. അവരുമായിട്ട് നമുക്കൊന്ന് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം. വേറൊന്നല്ല മാഡം, ഞങ്ങളൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം മാഡത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ശ്രീഷ രവീന്ദ്രൻ, എവറസ്റ്റ് കയറിയ രണ്ടാമത്തെ മലയാളി വുമൻ. അപ്പോൾ എവറസ്റ്റ് May 20th കയറിയത്. ഇപ്പോൾ ഞാനിവിടെ GT ഗ്ലോബ് ട്രെക്കേഴ്സ് ടീം ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചീങ്കേരി മല കയറാൻ വേണ്ടിയിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാഡം. മാഡം ആ എവറസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോൾ മാഡം ഫേസ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ചലഞ്ചസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഒന്ന് വിൻഡ് ഭയങ്കര ഹൈ ആയിരുന്നു, 75 km/h അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഉള്ള തണുപ്പിനേക്കാളും ഇരട്ടിയായിരിക്കും അങ്ങനത്തെ. സോ ഈ എവറസ്റ്റ് സീസണിൽ വൺ ഓഫ് ദി വേഴ്സ്റ്റ് ക്ലൈമറ്റ് ഡേയ്സ് ആയിരുന്നു അത്. പിന്നെ അപ്പോൾ ഈ തണുപ്പ് കാരണം എനിക്ക് എൻ്റെ ഗ്ലൗസ് ഒന്ന് ഇടയ്ക്ക് മാറ്റിയിട്ട് വേറെ ഗ്ലൗസ് ഇടണ്ടോ എന്നായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. അത് കൈയിൻ്റെ ടിഷ്യൂസൊക്കെ ഇങ്ങനെ ഇതാവും. അപ്പോൾ അത് പിന്നെ എൻ്റെ ഈ ആ വിൻഡിലും തണുപ്പിലൊക്കെ ആയിട്ട് എൻ്റെ കണ്ണ് ഒന്ന് ബ്ലൈൻഡായി. ഈ ഒരു കണ്ണ് ടെമ്പററി ബ്ലൈൻഡായി ഒരു കണ്ണ്. സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് അതാണ് മെയിൻലി ഫേസ് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം മാഡത്തിനോട് ചോദിച്ചത് മാഡം ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ്. മാഡം ഇതിനകത്തേക്ക് വരാനുള്ള കാരണം എന്താണ്? ഓക്കെ, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുക്കാൻ, കാരണം എല്ലാവർക്കും ഇതെടുക്കാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിലെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള രണ്ടാമത്തെ വനിതയാണ്. ഒരു കുട്ടിയുണ്ട്, ഹസ്ബൻഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ച്, കാരണം എല്ലാ ആൾക്കാരും ഇങ്ങനെ എടുക്കില്ല. അപ്പോൾ അങ്ങനെ എടുക്കാനുള്ള ഒരു റീസൺ എന്താണ് മാഡം? ഞാൻ അറിഞ്ഞിടത്തോളം മാഡം ഒരു ഭരതനാട്യം ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്താണ് അങ്ങനെ സ്റ്റെപ്പ് ചെയ്യാനുള്ള കാരണം എന്നൊന്ന് അറിഞ്ഞാൽ. ഞാൻ ചെറുപ്പം തൊട്ടേ തുടങ്ങിയതാണ്. എൻ്റെ അച്ഛൻ ആണ് എന്നെ ട്രെക്കിംഗ് ഫീൽഡിലാക്കി. പിന്നെ ഞാൻ ട്രെക്കിംഗ് കുറച്ച് അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് ഫീൽഡിൽ പോയി. പിന്നെ എൻ്റെ മെൻറ്റർ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും പറയും ആ പീക്ക് കയറി ഈ പീക്ക് കയറി. അപ്പോൾ എൻ്റെ മെൻറ്ററാണ് എൻ്റെ അടുത്ത്. എനിക്ക് എവറസ്റ്റ് എന്നുള്ളൊരു ഡ്രീം ഏതൊരു മൗണ്ടനിയറും ഉണ്ടാവും. അപ്പോൾ എൻ്റെ മെൻറ്ററാണ് എന്നെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്തതും പുഷ് ചെയ്തതും. ഭരത് എന്നാണ് അവരുടെ പേര്. അപ്പോൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, മൗണ്ടനിയറിംഗ്. അപ്പോൾ പുള്ളിയുടെ ഒരു പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എവറസ്റ്റ് ഇതാക്കണം, മൗണ്ടനിയറിംഗ് ഫീൽഡിൽ വന്നപ്പോൾ തൊട്ട്. ഓക്കെ, മാഡത്തിന്റെ പ്രൊഫഷൻ എന്താന്ന് പറയാമോ? ഞാനൊരു CA ആണ്. എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ മാഡത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇതിന് നമുക്ക് എപ്പോഴും എന്താ പറയുക, നമ്മൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം. ചിലപ്പോൾ നമ്മളിപ്പോൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വടിയായിരിക്കും നമ്മുടെ സപ്പോർട്ട്, അല്ല നമുക്ക് പിടിക്കാനായിട്ട് ഒരു കച്ചിത്തിന് ഒരു കല്ലായിരിക്കും. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് മാഡത്തിന്റെ ഹസ്ബൻഡ് അത്രയും സപ്പോർട്ടീവായിട്ട്, കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട്. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു നിനക്കിത് കയറാൻ പറ്റും? ഞാൻ പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 25 to 30 lakhs അല്ലെങ്കിൽ ഒരു 1 crore വരെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊരു സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? സാറിന്റെ പേര്? ജയറാം എന്നാണ് സാറിന്റെ പേര്. സാർ ആക്ച്വലി പ്രൊഫഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാൻ മാഡത്തിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വരില്ല. കാരണം നമ്മൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഒരു വടീൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ സപ്പോർട്ട്. സാർ എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്തു മാഡത്തിന്റെ ഡ്രീമിനെ? ഒന്നുമില്ല, ഞാൻ അവളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ, കുറേ ആൾക്കാർ ഡ്രീം ചെയ്യും, പക്ഷേ അവർക്കത് ഒരു റിയാലിറ്റിയിലേക്ക് മാറ്റാൻ ഉള്ള ഒരു അതിനുള്ള ധൈര്യം, അതിനുള്ള ഒരു കറേജ് ഉണ്ടാവില്ല. അവൾക്കത് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് എത്ര രൂപ എക്സ്പെൻസ് വന്നു ഏകദേശം? ഇത് ഓൾമോസ്റ്റ് ഒരു 40 lakhs അടുത്ത്. 40 lakhs അടുത്ത്. ഓക്കെ, റൈറ്റ്. ഞാനൊക്കെ സാധാരണ വിചാരിച്ചിരുന്നത് വെറുതെ പോവുക ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ജാക്മ പറഞ്ഞൊരു കാര്യമാണ്. ജാക്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നത്തിങ് ഈസ് ഫ്രീ, നത്തിങ് ഈസ് ഈസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ബാംഗ്ലൂരായിരുന്നു. ഞാൻ BNIൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത്.
ഇന്നിപ്പോൾ ഞാൻ ഗ്ലോബ് ട്രക്കേഴ്സിൻ്റെ ഭാഗം കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ പല സുഹൃത്തുക്കളും ഇവിടെ പുതിയതായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ നത്തിങ് ഈസ് ഫ്രീ, നത്തിങ് ഈസ് ഈസി. അതിപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, അങ്ങനെയാണ് ഓരോരുത്തർ വിജയത്തിലേക്ക് എത്തുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ ബാംഗ്ലൂരായിരുന്നപ്പോൾ സുമാട്ടോ ഒരു പുതിയ കാര്യം ചെയ്തു. അതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ വാഹനം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഫുഡ് ഡെലിവറിയിലേക്ക് കൊണ്ടുവന്നു. അതായത് പുറം ലോകം കാണാത്ത പല ആൾക്കാരെയും പുറം ലോകം കൊണ്ടുവന്നു. ഹൈറ്റ്സിലേക്ക് എത്തിക്കാൻ പറ്റാത്ത പല ആൾക്കാരെ ഹൈറ്റ്സിലേക്ക് എത്തിച്ചു. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് മേഡത്തിൻ്റെ ഹസ്ബൻഡും ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമെന്നുള്ള ഒരു തെളിവാണ് ഒരു മേഡത്തിൻ്റെ ഹസ്ബൻഡും കാണിച്ചതിന് താങ്ക് യു വെരി മച്ച്. നമ്മളിന്ന് ശ്രീഷയെ പരിചയപ്പെട്ടതിന് ശേഷം വളരെ അവിചാരിതമായിട്ട് നമുക്ക് 2 സുഹൃത്തുക്കളെ കൂടി കൂട്ടിയിട്ടുണ്ട്. അവർ സ്വയം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവരുടേതായിട്ടുള്ള ലാംഗ്വേജ്. സർ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. Okay. Hello, my name is Pablo Marti. I come from Switzerland. I am 24 years old and I am studying international relations. Okay. Yes, you introduce yourself, sir. Hello, I'm Simon Marti. I'm the cousin of Pablo. I'm from Switzerland and my job is lumberjack. ഓക്കെ, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ രണ്ടുപേരും സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. ഞാൻ അവരോട് ഒറ്റ ചോദ്യം, സർ, വൈ യു കെയിം ഹിയർ? ജസ്റ്റ് എ ക്വസ്റ്റ്യൻ, ക്യാൻ യു ആൻസർ? We came here. It was not very planned. We was planning to go in other parts, but my cousin cannot because of the visa. So we see India like a good choice, and we see planes ticket to Kerala, Okay. and we say why not try to come here. Okay, thank you very much. Sir, how do you feel when you climb this Chingeri mountain? A nice feeling. I make some mountains in Switzerland, and this mountains it's a cool mountains to climb, chill, and that's a nice experience. Can you give some message to the public after climbing this mountain? For the public of Kerala, you have a beautiful mountain, beautiful view everywhere in Kerala, and this mountain is part of it. And for the people of outside of India, come here to try to climb this mountain. So everything we are getting natural. Yeah, everything is nice. Climate, mountain, everything. Everything is perfect. Perfect. Okay, thank you very much. You're welcome. Thank you, sir. Thank you very much. Thank you. സോ ഇന്ന് നമുക്ക് പുതിയ 2 ഗസ്റ്റുകളെയും കൂടെ കിട്ടിയത് നമ്മുടെ ഓട്ടോഗ്രാഫിൻ്റെ ഭാഗമായിട്ടാണ്. സോ വി ആർ വ്ളോഗേഴ്സ്. Yes. So we are doing this for Autograph. Our firm's name is Autograph. You have a YouTube or Yeah. Instagram? We are planning Instagram. Yeah. Can Okay. I take your Instagram? Yeah. We'll give the. Can you go? It's nice to go to see the walking is nice. Yes. Okay. Okay. Oh, nice. So we are gonna to see that. Thank you. Have a nice day. Thank you. Have a nice Ciao. day. ഇന്ന് രാവിലെ നമ്മൾ എവറസ്റ്റ് കയറിയ കേരളത്തിലെ 2ാമത്തെ വനിതയായ ശ്രീഷയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരെ കണ്ടു. അവരിപ്പോൾ കയറി ഇറങ്ങിപ്പോയ വഴി കൂടെ നമുക്കൊന്നുകൂടെ കയറിപ്പോയി നോക്കാം. ഗവൺമെൻറ് ഓഫ് കേരള ടൂറിസത്തിൻ്റെ PTPCയുടെ അണ്ടറിലുള്ള ചീങ്ങേരി റോക്ക് അഡ്വഞ്ചർ ടൂറിസം അത് കയറിപ്പോയി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. നല്ല മഴയുണ്ട്. ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഗ്ലാസിൻ്റെ അടിയിലാണ് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഇത്തിരി റിസ്ക്കുള്ള പരിപാടിയാണ്. ഓക്കെ, ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പേരെന്തായിരുന്നു? സാം ജോർജ്. ഇവിടെയാണ്, അമ്പലയിലാണോ? മേപ്പാടി. ഞാൻ പ്രിയേഷ്. 50 രൂപയല്ലേ? ഇല്ലല്ലോ, ഗൂഗിൾ പേ ചെയ്യണം അല്ലേ? ഇല്ല. ഓക്കെ ചെയ്യാം. മഴയത്തോടെ ട്രെക്കിംഗ് ഉണ്ടല്ലേ? പ്രശ്നമുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മേലേക്ക് കയറുകയാണ്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള
സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഡോർമെറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് 300 രൂപയ്ക്ക് ഇവിടെ താമസിക്കാം. ഭക്ഷണത്തിനുള്ള ക്യാഷ് എക്സ്ട്രാ വരും. ഇതുണ്ടോ ഈ ഇതേപോലെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ക്യാമറ വെച്ചിട്ട് പോകുന്നത്. ഇവിടെയാണ് ഡോർമെറ്ററി സൗകര്യമൊക്കെ ചെയ്യുന്നത്. അടിപൊളിയായിരിക്കും ഇവിടെ ഒന്ന് താമസിക്കാൻ. നമുക്ക് ആദ്യം പോകേണ്ടത് ഇത് ദൂരെ കാണുന്ന വൈറ്റ് ഫ്ലാഗിലേക്കാണ്. അങ്ങനെ ഡയറക്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലാഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പായലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോകണമെന്ന് അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് കയറിപ്പോകാം. അപ്പം നമ്മൾ ആദ്യത്തെ ഫ്ലാഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റും നല്ല സൂപ്പർ കാഴ്ചകളാണ്. ഈ മഴയത്ത് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങ് ദൂരെ കാണുന്നത് കാരാപ്പുഴ ഡാമാണ്. നമ്മൾ ആദ്യത്തെ ഫ്ലാഗിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഫ്ലാഗ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മേലേക്ക് കയറിപ്പോകാം. നമ്മൾ രണ്ടാമത്തെ ഫ്ലാഗിൻ്റെ അടുത്തെത്തി. ഇവിടെ ചെറിയൊരു ഷെഡുണ്ട്. ആ ഷെഡിൽ കുറച്ച് നേരം നമുക്ക് പോയിരിക്കാം. ഇവിടെ നല്ല സൂപ്പറാണ് ഷെഡിലിങ്ങനെ ഇരിക്കാൻ. അതിലത്തോടെ ഒരു കട്ടൻ ചായക്കും കൂടെ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത ഫ്ലാഗിൻ്റെ ചോട്ടിലേക്ക്. ഇതൊക്കെ വഴിയൊക്കെ നന്നായി തെളിഞ്ഞാണ് കിടക്കുന്നത്. ഒരുപാട് പേര് ദിവസവും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളുടെ ആളുകൾ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ഫ്ലാഗിലെത്തി. കാലിൻ്റെ മസിലിനൊക്കെ നല്ല വേദന. ഇവിടെ ഇപ്പോൾ കയറ്റം തുടങ്ങിയിട്ടുണ്ട്. ആ കയറ് പിടിച്ച് കയറേണ്ടി വരും. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഇങ്ങനെ ഇപ്പോൾ അത് കയറുക. നമ്മൾ കയറും. കയറെടുത്തിട്ടുണ്ട് കയ്യിൽ. കയറ് തന്നെ. കയറുള്ളതുകൊണ്ട് ഒരുവിധം ഈസി ആയിട്ട് അവിടെ കയറാൻ പറ്റും. ഇത്രയും മതി, കയറേണ്ട ആവശ്യമില്ല. ചൂടെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഷെഡിൽ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം റിലാക്സ് ചെയ്തു. ഇനി മുന്നോട്ട് പോകാം. അടുത്ത ഫ്ലാഗ് നോക്കി നമുക്ക് ടോപ്പിലേക്ക് പോവാം. ഇച്ചിരി വെള്ളമൊക്കെ എടുക്കണ്ടായിരുന്നു. പക്ഷേ ഈ തണുപ്പത്ത് ഇത്രയും വെള്ളത്തിന് ആവശ്യം വരുമെന്ന് വിചാരിച്ചില്ല.
ഇനി നമ്മളാ കാണുന്ന വലിയ മലേൻ്റെ ടോപ്പിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ടൊരു നീർമാടുണ്ട്. നീർമാടെത്തിക്കാറുണ്ടോ? വലിയ സെറ്റപ്പൊന്നുമില്ല, അത്യാവശ്യം അലമ്പായി കിടക്കുകയാണ്. എന്നാലും രസമുണ്ട്, അടിപൊളി. ഈ കൈസ് ഇവിടുന്ന് കുത്തനുള്ള കയറ്റമാണ്. ഈ കയറ്റം നമ്മൾ കയറ് പിടിക്കാതെ കയറുമ്പോഴാണ് എന്ന് പറയുന്നില്ല, കയറ് പിടിച്ചേ കയറുള്ളൂ നമ്മൾ. നമ്മൾ കയറി വന്ന ഏറുമാടാണത്. താഴേക്കുള്ള കാഴ്ചകളും ഒരു സൈഡിൽ മൊത്തം ഇങ്ങനെ ചെറിയ കാടാണ്. പാവേൻ്റെ ഇടുക്കിൽ കൂടെയുള്ള ഒരു സൈഡിൽ മൊത്തം ഇങ്ങനെ ചെറിയ കാടാണ്. പാവേൻ്റെ ഇടുക്കിൽ കൂടെയുള്ള ഇവിടെ നമുക്ക് കയറേണ്ട ആവശ്യമുണ്ട്. വീണ്ടും നമ്മൾ കയറാം. നമ്മൾ കുറച്ചു നേരം നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഒരു പാറ ഇപ്പം തെന്നിപ്പോകാൻ പാകത്തിരിക്കുന്നു. ഈ പാറയിൽ നിന്നാണ് പടം താഴേക്ക് കെട്ടിയിട്ടുള്ളത്. ഇതെങ്ങാനും വലിച്ചാരയിൽ ഇളക്കിയാൽ ഇവിടെ താഴേക്ക് ഇത്രങ്ങാനും ദൂരേക്കാ. നമ്മൾ ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കുറച്ചുകൂടെ ഈ കാടുകളൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ. അടിപൊളി സ്ഥലമാണ്. കയറിക്കഴിഞ്ഞാൽ കയറാനേ ബുദ്ധിമുട്ടുണ്ട്. കയറിക്കഴിഞ്ഞാൽ സൂപ്പർ. ഒരു അടിപൊളി ഒരു കാഴ്ച കാണുമ്പോൾ എത്രയോ താഴേക്കാണ് കാണുന്ന വ്യൂസ്. ക്യാമറയിലൊക്കെ ഫുൾ വെള്ളം വീഴാണ്. എന്നാലും നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ആ കാണുന്ന രണ്ടാമത്തെ ഭാഗമാണ് എൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോകണം. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ. കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ എവറസ്റ്റ് കീഴടക്കിയ വനിത ഇവിടെ വന്നിരുന്നു. രാവിലെ നമ്മളവരോട് സംസാരിച്ചിരുന്നു.
കോടമഞ്ഞ് പറക്കുന്ന കാഴ്ചയാണ്. ഇതിൻ്റെ മേലേക്ക് കയറാൻ ക്യാമറ പിടിച്ചുകൊണ്ട് ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിലെ ഒരു വഴിയുള്ളത്. ഇതിലെ ചെറിയൊരു വഴിയുണ്ട്, ഇതിലെ കയറി നമ്മളവിടെ എത്തും. ഗൈസ്, നമ്മൾ ഇതാ ഏറ്റവും ടോപ്പിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി വരെ ചിങ്ങേരി ഹിൽസിൻ്റെ മേലെ നമ്മളെത്തി. ഇവിടെ നല്ല കാഴ്ചകളാണ്. കോടമഞ്ഞത്ത് കാണുന്നുണ്ടോയെന്നറിയില്ല. കാരാപ്പുഴ, കുളകം, മഞ്ഞപ്പാറ മല, ഇവിടെ 1000 അടി ഫാൻറ്റം റോക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. ഫ്ലാഗിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ ഈ ഭാഗത്തേക്കും കൂടി ഒന്ന് പോയതിന് ശേഷം തിരിച്ച് പോവാണ്. അവിടേക്ക് വഴി നഹി ഹേ വഴിയുണ്ട്. വല്ല ഇഴജന്തുക്കളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള സ്ഥലങ്ങൾ, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും വന്ന് വീഡിയോ കവർ ചെയ്യാം. നല്ല മനോഹരമായിട്ട് കോടമഞ്ഞ് പറക്കുന്ന കാഴ്ചയാണ്. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും കുറേ ഭാഗങ്ങൾ മലയുടെ മുകളിലുണ്ട്. നമ്മൾ തൽക്കാലം കാലാവസ്ഥ പ്രതികൂലമൊക്കെ ആയതുകൊണ്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു. നല്ല കോട ആയതുകൊണ്ട് യാതൊരു വിഷ്വൽസും കാണുന്നില്ല. കുറച്ച് മുന്നോട്ട് അടുത്ത ഫ്ലാഗ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ കോടയാണ്. കടുംകുത്തനെയുള്ള ഇറക്കത്തിലേക്ക് നമ്മൾ പോവാണ്. ഫ്ലാഗില്ലെങ്കിൽ വഴിതെറ്റിപ്പോവും, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചിങ്ങേരി മല എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമുക്ക് ചെയ്തു തരാൻ പറ്റും. എന്താ, നമ്മൾ തിരിച്ച് അതിവേഗം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിടുത്തങ്ങ് വിട്ടുപോയാൽ ഈ കയറ് അസിസ്റ്റൻസിൽ നമുക്ക് പോകാം. പിടിച്ചാൽ പൊന്തുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മളെവിടെയും തങ്ങുന്നില്ല, പെട്ടെന്ന് തിരിച്ചു പോവാണ്. ഫാസ്റ്റ് ഗോ ഫാസ്റ്റ് ഗോ ഫാസ്റ്റ് ഗോ ഫാസ്റ്റ്. ലാസ്റ്റത്തെ ഫ്ലാഗ് നമ്മൾ കവർ ചെയ്തു. ഇനി താഴെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി നമ്മൾ തിരിച്ചു പോകും. ഓക്കെ.